അങ്ങനെ ഞങ്ങളുടെ പാച്ചു അതിൻ്റെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ വന്നു കേട്ടോ. കുറേ ദിവസമായിരുന്നു പാച്ചു പ്രസവിച്ചിട്ട്. കുഞ്ഞുങ്ങളെ എവിടെ കാണാതെ പോയി, നമ്മളെ കാണാതെ എവിടെയാണിത് വെച്ചിരിക്കുന്നതെന്നൊക്കെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു. എന്നിട്ട് എവിടെയാണെന്നൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം നല്ല ഇടിയും മഴയൊക്കെ വന്ന സമയത്ത് പാച്ചു ഓരോരോ കുഞ്ഞുങ്ങളെ ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. നമ്മളപ്പോൾ ഒരു ബാസ്ക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു, തുണിയൊക്കെ വെച്ചിട്ട് പാച്ചു അതിൽ 3 പേരെയും കൊണ്ട് സേഫായി വെച്ചു. പാച്ചും കുഞ്ഞുങ്ങളൊക്കെ മിടുക്കരായിട്ടിരിക്കുന്നു. കഴിഞ്ഞ തവണ കോരൻ എന്ന് പറയുന്നൊരു പൂച്ച, പാച്ചുവിൻ്റെ കൂട്ട് തന്നെ ഒരു കോരൻ എന്ന് പറയുന്ന പൂച്ചയുണ്ടായിരുന്നു. അതിന് കുഞ്ഞുങ്ങളുണ്ടായ സമയത്ത് അത് പെട്ടെന്ന് കുഞ്ഞുങ്ങളും കോരനും ഒക്കെ പോയി. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഒരുപാട് നാളത്തേക്ക്. അത് കഴിഞ്ഞ ശേഷം പാച്ചുവിന് കുഞ്ഞുങ്ങളുണ്ടായപ്പോഴും ഇനിയും കണ്ടം ശല്യം ചെയ്തു, അതിനെന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ഞങ്ങൾക്ക് വലിയ വിഷമമായിരുന്നു. പക്ഷെങ്കിൽ കുഞ്ഞ് കണ്ണൊക്കെ കീറി കുഞ്ഞുങ്ങളൊക്കെ സേഫായിട്ട് വീട്ടിലെത്തി. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം. ആദ്യം 2 എണ്ണത്തിനെയാണ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് 3ാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നത്. അതിലൊരു കുഞ്ഞ്, ഈ 2 കുഞ്ഞുങ്ങളും തികച്ചും വ്യത്യസ്തമായ ചാര കളറിലൊരു കുട്ടിയാണ്. 3 പേരും നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. എൻ്റെ 3 പേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ ദിവസമായിട്ട് പാച്ചുവിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടില്ലല്ലോ, നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ, എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ഓർത്ത് വലിയ സങ്കടമായിരുന്നു. ഞങ്ങൾ അടുത്തുള്ള ആളുകളോടൊക്കെ ചോദിച്ചു എവിടെയാണെന്ന് അറിയാമെന്നൊക്കെ ചോദിച്ചപ്പോൾ ആരും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറ്റിയതായിരിക്കുന്നൊക്കെ ചോദിച്ച് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. പാച്ചു ഫുഡ് കഴിക്കാൻ മാത്രം വരുമായിരുന്നു വീട്ടിൽ. അപ്പം പാച്ചുവും കുഞ്ഞുങ്ങളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇനി കണ്ടനെ കാണാതെ എത്ര സേഫായിട്ട് എങ്ങനെ വെക്കുമെന്നാണ് ഞങ്ങളുടെ പേടി. കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കാതെ സേഫായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പാച്ചുവിനെയും പാച്ചുവിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഇവരൊക്കെ മിടുക്കരായിട്ട് കളിക്കുമ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും പാച്ചുവിനെയും പാച്ചുവിൻ്റെ കുഞ്ഞുങ്ങളെ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്